അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. അമേരിക്കൻ ഐക്യനാടുകളും ഇറാനും തമ്മിലുള്ള നയതന്ത്ര സൈനിക പോരാട്ടങ്ങൾ അതിന്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു. ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന പുതിയ പ്രസ്താവനയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതോടെ ലോകരാജ്യങ്ങളും ഒപ്പം ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി സമൂഹവും കടുത്ത ആശങ്കയിലായിരിക്കുകയാണ്. ഒന്നുകിൽ അമേരിക്കയുമായി ഒരു സമഗ്രമായ കരാറിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ പൂർണ്ണമായി കീഴടങ്ങുക എന്ന അന്ത്യശാസനമാണ് ഇറാൻ നേതൃത്വത്തിന് മുന്നിൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാനെതിരായ സൈനിക നീക്കങ്ങൾ നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ച ട്രംപ് വളരെ വേഗം തന്നെ നിലപാട് മാറ്റി ഭീഷണി മുഴക്കിയത് ഗൾഫിലെ ഭരണകൂടങ്ങളെയും അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ വിദേശ തൊഴിലാളികളെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമ്പോൾ ഏറ്റവും വലിയ വില നൽകേണ്ടി വരുന്നത് അവിടെ ജോലി ചെയ്യുന്ന പ്രവാസികളാണ്. തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെയുള്ള തന്റെ പുതിയ നയം വ്യക്തമാക്കിയത്. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ലെന്നും അയൽ രാജ്യമായ ഒമാനുമായി മാത്രമാണ് ആശയവിനിമയം നടത്തുന്നതെന്നുമുള്ള ഇറാന്റെ പരസ്യമായ നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ചൊടിപ്പിച്ചത്. ഇറാൻ ഭരണകൂടം തികഞ്ഞ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്ന് ട്രംപ് തുറന്നടിച്ചു. അമേരിക്കയുമായി ചർച്ചകൾ നടത്താൻ ഇറാൻ അങ്ങോട്ട് വന്ന് അപേക്ഷിക്കുകയായിരുന്നുവെന്നും ചർച്ചകൾ ആരംഭിക്കുകയും തുടർന്ന് കൂടുതൽ കൂടിക്കാഴ്ചകൾക്കായി തീയതികൾ നിശ്ചയിക്കുകയും ചെയ്ത ശേഷമാണ് പൊതുവേദിയിൽ ഇറാൻ അമേരിക്കയെ തള്ളിപ്പറയുന്നതെന്നും ട്രംപ് ആരോപിക്കുന്നു. ലോകത്തിന് മുന്നിൽ തങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുന്നതിനായി അമേരിക്കയുമായി രഹസ്യ ചർച്ചകൾ നടത്തുകയും പരസ്യമായി ഒമാനെ മാത്രം ആശ്രയിക്കുന്നുവെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഇറാന്റെ നയം അംഗീകരിക്കാനാവില്ലെന്നാണ് അമേരിക്കയുടെ പക്ഷം. യാതൊരു കാരണവശാലും ഇറാനെ ഒരാണവായുധം സ്വന്തമാക്കാൻ അമേരിക്ക അനുവദിക്കുകയില്ലെന്നും പതിറ്റാണ്ടുകളായി അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാനുമുള്ള ശ്രമത്തിലാണ് അമേരിക്കയെന്നും ട്രംപ് തന്റെ കുറിപ്പിലൂടെ ലോകത്തെ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഈ സംഘർഷത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ ഭൂരിഭാഗവും കടന്നുപോകുന്ന ഈ പ്രദേശത്ത് തങ്ങൾക്കാണ് പൂർണ്ണ ആധിപത്യം ഉള്ളതെന്ന ഇറാന്റെ അവകാശവാദത്തെ ഡൊണാൾഡ് ട്രംപ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അമേരിക്കൻ നാവികസേനയുടെ അതിശക്തമായ സാന്നിധ്യവും സുരക്ഷാ വിന്യാസവും കാരണം ഹോർമൂസ് കടലിടുക്കിന്റെ യഥാർത്ഥ നിയന്ത്രണം നിലവിൽ അമേരിക്കയുടെ കൈകളിൽ ഭദ്രമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം അല്ലെങ്കിൽ അമേരിക്കയുടെ ഉരുക്കുമതിൽ ഭേദിച്ച് യാതൊന്നും ഇറാനിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഉപരോധങ്ങളിൽ ഇളവ് ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ഒരു പുതിയ കരാറിൽ ഇറാൻ ഒപ്പുവെക്കണം, അല്ലെങ്കിൽ നിരുപാധികം കീഴടങ്ങണം. ഈ രണ്ട് വഴികൾ മാത്രമാണ് അമേരിക്കൻ ഭരണകൂടം ഇറാന് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. പെട്ടെന്നുള്ള ഈ നിലപാട് മാറ്റമാണ് ഗൾഫ് മേഖലയെ വല്ലാതെ ഞെട്ടിച്ചത്. ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ മുൻകൈയെടുത്ത് ഒമാൻ വഴി നടത്തിയ നിരന്തരമായ നയതന്ത്ര ഇടപെടലുകളുടെ ഫലമായാണ് അമേരിക്കൻ പ്രസിഡന്റ് സൈനിക നടപടികളിൽ നിന്ന് ഒരു വേള പിന്നോട്ട് പോയത്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ മാറ്റിവെച്ചുവെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ പ്രത്യാശിച്ചു. എന്നാൽ നയതന്ത്ര ചർച്ചകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ കേവലം 24 മണിക്കൂറുകൾക്കുള്ളിൽ ട്രംപ് വീണ്ടും യുദ്ധപ്രഖ്യാപനത്തിന് സമാനമായ രീതിയിൽ അന്ത്യശാസനം നൽകിയത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി. ഇറാൻ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കിയാണ് തിരിച്ചടികൾ നൽകുന്നത്. കുവൈറ്റ്, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വ്യോമാതിർത്തികളിൽ ഇത് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. യുദ്ധം നേരിട്ട് ഗൾഫ് മണ്ണിലേക്ക് വ്യാപിക്കുകയാണെന്ന തോന്നൽ ഭരണാധികാരികളിലും ജനങ്ങളിലും ഒരുപോലെ ഭയം ജനിപ്പിക്കുന്നുണ്ട്. ഗൾഫിലെ പ്രതിസന്ധി എക്കാലത്തും ഏറ്റവും വലിയ പ്രഹരമേൽപ്പിക്കുന്നത് പ്രവാസി മലയാളികൾക്ക് കൂടിയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ നാട്ടിലേക്ക് പോകാനിരുന്ന ആയിരക്കണക്കിന് പ്രവാസികളുടെ യാത്രാമോഹങ്ങളാണ് ഇത്തവണത്തെ ഇറാൻ അമേരിക്ക സംഘർഷം ഇല്ലാതാക്കിയത്. ഗൾഫിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണ ഭീഷണികൾ കാരണം ഒട്ടുമിക്ക വിമാന കമ്പനികളും തങ്ങളുടെ സർവീസുകൾ വെട്ടിച്ചുരുക്കുകയോ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്തു. ഗൾഫിലെ സ്കൂളുകൾ അടയ്ക്കുന്ന വെക്കേഷൻ സമയം നോക്കി നാട്ടിലേക്ക് പോകാൻ മാസങ്ങൾക്ക് മുൻപേ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന കുടുംബങ്ങൾ ഇപ്പോൾ വിമാനത്താവളങ്ങളിലും താമസ സ്ഥലങ്ങളിലുമായി കുടുങ്ങിക്കിടക്കുകയാണ്. പല വിമാന സർവീസുകളും ആഴ്ചകളോളം നീട്ടിവെച്ചിരിക്കുന്നതിനാൽ ലീവ് ക്യാൻസൽ ചെയ്ത് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ നിർബന്ധിതരാകുന്നവരും നിരവധിയാണ്. വർഷത്തിലൊരിക്കൽ മാത്രം നാട്ടിൽ വന്ന് കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ കാത്തിരുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഈ യാത്രാ തടസ്സങ്ങൾ സമ്മാനിക്കുന്ന മാനസിക വിഷമം വളരെ വലുതാണ്. യാത്രാ പ്രശ്നങ്ങൾക്കപ്പുറം തങ്ങളുടെ തൊഴിലിനെയും സാമ്പത്തിക ഭദ്രതയെയും കുറിച്ച് ചിന്തിച്ചാണ് പ്രവാസി സമൂഹം ഇപ്പോൾ ഉറക്കമൊഴിയുന്നത്. ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത് ഒരു യുദ്ധസമാന സാഹചര്യം ഉടലെടുത്താൽ അവിടുത്തെ നിർമ്മാണ, വ്യാപാര, സേവന മേഖലകളെ അത് ഉടനടി നിശ്ചലമാക്കും. ഇറാൻ ആക്രമണങ്ങൾ തുടർന്നാൽ ഗൾഫിലെ നിക്ഷേപകർ പിൻവാങ്ങുകയും പുതിയ പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടുകയും ചെയ്യും. ഇത് നേരിട്ട് ബാധിക്കുന്നത് തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന സാധാരണക്കാരായ പ്രവാസികളെയാണ്.
കമ്പനികൾ അടച്ചുപൂട്ടുകയോ ജീവനക്കാരെ പിരിച്ചുവിടുകയോ ചെയ്താൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ഏക വരുമാന മാർഗമാണ് ഇല്ലാതാകുന്നത്. മാത്രമല്ല, സുരക്ഷാ കാരണങ്ങളാൽ പലയിടത്തും ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. ട്രംപിന്റെ നിലപാട് കൂടുതൽ കടുക്കുകയും ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾ തുടരുകയും ചെയ്താൽ കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടു പോകുമെന്ന കടുത്ത ഭീതിയിലാണ് ഗൾഫ് പ്രവാസികൾ. പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ രാഷ്ട്രീയ കുടിപ്പകയ്ക്ക് എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാണ് സമാധാനകാംക്ഷികളുടെ എല്ലാം ആഗ്രഹം. ഓരോ തവണയും അമേരിക്കയും ഇറാനും തമ്മിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ മുൾമുനയിലാകുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികളാണ്. രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഈഗോ പോരാട്ടങ്ങൾക്കും സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്താൻ ഗൾഫ് ഭരണകൂടങ്ങൾ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ വിജയിക്കുമെന്ന് തന്നെ പ്രവാസികൾ പ്രതീക്ഷിക്കുന്നു. തങ്ങളുടെ മണ്ണിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാനും യാത്രാ തടസ്സങ്ങൾ നീങ്ങി കുടുംബങ്ങളെ ഒന്നിച്ച് കാണാനും തൊഴിൽ നഷ്ടപ്പെടുന്ന ഭയമില്ലാതെ ജീവിക്കാനും അവർക്ക് സാധിക്കണം. അതിനായി അടിയന്തരമായ നയതന്ത്ര ഇടപെടലുകൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. യുഎഇയിൽ വേനൽച്ചൂട് പുതിയ റെക്കോർഡുകൾ കുറിച്ചുകൊണ്ട് അതികഠിനമായി തുടരുകയാണ്. ഇക്കുറി വേനൽക്കാലത്ത് ആദ്യമായി രാജ്യത്തെ താപനില 50 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിരിക്കുന്നു. അബുദാബിയിലെ അൽ ഷവാമക്കിലാണ് ഉച്ചയ്ക്ക് 2:30 ഈ ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത്. മരുഭൂമിയിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റും കഠിനമായ സൂര്യപ്രകാശവും ജനജീവിതത്തെ സങ്കീർണമാക്കുമ്പോൾ രാജ്യത്തെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതീവ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതികഠിനമായ ചൂടിനൊപ്പം രാജ്യത്തിന്റെ ചില മേഖലകളിൽ മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം വേനൽക്കാല പ്രതിഭാസങ്ങളുടെ സങ്കീർണത തുറന്നു കാണിക്കുന്നു. വർഷത്തിലെ ഏറ്റവും ചൂടേറിയ മാസങ്ങളായ ജൂലൈ ഓഗസ്റ്റ് കാലയളവിൽ യുഎഇയിലെ ഉൾനാടൻ പ്രദേശങ്ങളിൽ താപനില സാധാരണയായി 45 ഡിഗ്രിയേക്കാൾ ഉയരാറുണ്ട്. കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള ന്യൂനമർദ്ദവും അന്തരീക്ഷത്തിലെ വ്യതിയാനങ്ങളും കാരണം ആകാശത്ത് കൺവെക്റ്റീവ് മേഘങ്ങൾ രൂപപ്പെടാനും ഇത് ചില തെക്കൻ പ്രദേശങ്ങളിലും കിഴക്കൻ മേഖലകളിലും മഴയ്ക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റ് പൊടിപടലങ്ങൾ ഉയർത്താനും കാഴ്ചാ പരിധി കുറയ്ക്കാനും സാധ്യതയുള്ളതിനാൽ വാഹനം ഓടിക്കുന്നവർ പ്രത്യേക കരുതൽ എടുക്കേണ്ടതുണ്ട്. കടൽ പൊതുവെ ശാന്തമായിരിക്കുമെങ്കിലും തീരദേശങ്ങളിൽ ഉയർന്ന ആർദ്രത അനുഭവപ്പെടുന്നത് ചൂടിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. അതികഠിനമായ ചൂടിൽ മണിക്കൂറുകളോളം പുറത്ത് ചെലവഴിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ആന്തരിക സമതുലിതാവസ്ഥ തകർക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. അന്തരീക്ഷ താപനില 40 ഡിഗ്രിക്ക് മുകളിലേക്ക് ഉയരുമ്പോൾ ശരീരം വിയർപ്പിലൂടെ സ്വയം തണുപ്പിക്കാൻ പരമാവധി ശ്രമിക്കും. എന്നാൽ ഈ പ്രക്രിയയിലൂടെ ദ്രുതഗതിയിൽ ജലാംശവും ജീവകണങ്ങളായ സോഡിയം, പൊട്ടാസ്യം എന്നിവയും നഷ്ടപ്പെടുന്നു. തൽഫലമായി രക്തസമ്മർദ്ദം പെട്ടെന്ന് താഴുകയും നിർജ്ജലീകരണം, സൂര്യാഘാതം, അതികഠിനമായ തലകറക്കം, ബോധക്ഷയം എന്നിവ സംഭവിക്കുകയും ചെയ്യുന്നു. പകൽ 12 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയത്താണ് സൂര്യന്റെ ഉഷ്ണരശ്മികൾ ഏറ്റവും ശക്തി പ്രാപിക്കുന്നത്. ഈ സമയത്ത് അനാവശ്യമായി പുറത്തിറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തു പോകേണ്ടി വരുമ്പോൾ അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശരീരത്തിലേക്ക് ചൂട് ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കും. കുട, തൊപ്പി, UV കിരണങ്ങളെ പ്രതിരോധിക്കുന്ന സൺഗ്ലാസുകൾ എന്നിവ ഉപയോഗിക്കുന്നത് ചർമ്മത്തെയും കണ്ണുകളെയും സംരക്ഷിക്കും. ശരീരത്തിലെ ദ്രാവക നഷ്ടം നികത്താൻ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു വ്യക്തി തന്റെ ശരീരഭാഗത്തിലെ ഓരോ 25 കിലോഗ്രാമിനും 1 ലിറ്റർ വീതം വെള്ളം ദിനംപ്രതി കുടിക്കണമെന്നാണ് ആരോഗ്യ നിർദ്ദേശം. സാധാരണ നിലയിൽ ദിവസേന കുറഞ്ഞത് 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ശുദ്ധജലത്തിന് പുറമെ ORS ലായനി, സംഭാരം, കരിക്കിൻ വെള്ളം എന്നിവ കുടിക്കുന്നത് ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകളുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കും. കഠിനമായ ക്ഷീണം, അമിതമായ ദാഹം, മൂത്രത്തിന്റെ നിറം മാറ്റം എന്നിവ കണ്ടാൽ അത് നിർജ്ജലീകരണത്തിന്റെ ലക്ഷണമായി കണ്ട് ഉടനടി തണലുള്ള സ്ഥലങ്ങളിലേക്ക് മാറുകയും വൈദ്യസഹായം തേടുകയും വേണം. വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കുള്ളിലെ കഠിനമായ ചൂട്. വേനൽ ചൂടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിനുള്ളിലെ താപനില മിനിറ്റുകൾക്കുള്ളിൽ പുറത്തെ അന്തരീക്ഷ താപനിലയേക്കാൾ 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. ഗ്രീൻ ഹൗസ് പ്രഭാവത്തിന് സമാനമായ പ്രക്രിയയിലൂടെ വാഹനത്തിന്റെ ഗ്ലാസ് ജനലുകളിലൂടെ അകത്തേക്ക് കടക്കുന്ന സൂര്യരശ്മികൾ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുകയും വാഹനത്തെ ഒരു ചൂളയാക്കി മാറ്റുകയും ചെയ്യുന്നു. പുറത്ത് 50 ഡിഗ്രി ചൂടുള്ളപ്പോൾ വാഹനത്തിനുള്ളിലെ താപനില വളരെ വേഗത്തിൽ 70 ഡിഗ്രിക്ക് മുകളിലേക്ക് കുതിച്ചുയരാൻ ഇതിടയാക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളെയോ പ്രായമായവരെയോ വളർത്തുമൃഗങ്ങളെയോ വാഹനത്തിനുള്ളിൽ ഒറ്റയ്ക്കാക്കി പോകുന്നത് ദാരുണമായ ദുരന്തങ്ങൾക്ക് വഴിവെച്ചേക്കാം. ജനലുകൾ നേരിയ അളവിൽ തുറന്നിട്ടാൽ പോലും ഉള്ളിലെ താപനില ഉയരുന്നത് തടയാനാവില്ല. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളുടെ ശരീരം 3 മുതൽ 5 ഇരട്ടി വരെ വേഗത്തിലാണ് ചൂടാകുന്നത്. ഇതവരുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിമിഷ നേരത്തിനുള്ളിൽ തകരാറിലാക്കാം. കടകളിൽ കയറാനോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ പോലും ആരെയും കാറിനുള്ളിലിരുത്തി ലോക്ക് ചെയ്ത് പോകരുതെന്ന് ദുബായ്, അബുദാബി പോലീസും ആരോഗ്യ മന്ത്രാലയങ്ങളും കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഠിനമായ വേനൽ ചൂടിൽ പുറം ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി UAE മാനവ വിഭവശേഷി മന്ത്രാലയം കർശനമായ മധ്യാഹ്ന ഇടവേള നിയമം നടപ്പിലാക്കി വരുന്നുണ്ട്. ജൂൺ 15 മുതൽ
മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള കാലയളവിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്ന തുറസായ സ്ഥലങ്ങളിലെ ജോലികൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. 20-ലധികം വർഷങ്ങളായി വിജയകരമായി തുടർന്നു പോരുന്ന ഈ നിയമം തൊഴിൽ സുരക്ഷാ രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുള്ള ഒന്നാണ്. തൊഴിലാളികൾക്ക് വിശ്രമിക്കാനായി തണലുള്ള മുറികളും തണുത്ത കുടിവെള്ളവും അടിയന്തര പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങളും ഇലക്ട്രോലൈറ്റ് പാനീയങ്ങളും കരാറുകാരും കമ്പനികളും നിർബന്ധമായും ഒരുക്കേണ്ടതുണ്ട്. നിയമം ലംഘിച്ച് ഉച്ചസമയത്ത് ജോലി ചെയ്യിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഓരോ തൊഴിലാളിക്കും 5000 ദിർഹം വീതം കനത്ത പിഴ ചുമത്തുകയും ചെയ്യും. ലംഘനങ്ങൾ തുടരുന്ന കമ്പനികളുടെ വർക്ക് പെർമിറ്റുകൾ താൽക്കാലികമായി റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികൾ മന്ത്രാലയം സ്വീകരിക്കുന്നുണ്ട്. സാങ്കേതികമായി നിർത്തിവെക്കാൻ സാധിക്കാത്ത കോൺക്രീറ്റ്, അസ്ഫാൾട്ട് പണികൾ എന്നിവയ്ക്ക് നിയമത്തിൽ ചില ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത്തരം സാഹചര്യങ്ങളിലും തൊഴിലാളികൾക്ക് ആവശ്യത്തിന് തണലും വിശ്രമവും നിർബന്ധമായും ഉറപ്പാക്കണം. ആഗോളതലത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ ഗൾഫ് മേഖലയിലും പ്രകടമായി അനുഭവപ്പെടുന്നുണ്ട്. അതിതീവ്രമായ ചൂടും അപ്രതീക്ഷിതമായ മഴയും പൊടിക്കാറ്റും മാറി മാറി വരുന്നത് പരിസ്ഥിതിയിലെ മാറ്റങ്ങളെ കാണിക്കുന്നു. ഈ പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് നമ്മെ ആശ്രയിക്കുന്നവരെയും സംരക്ഷിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. വിനോദയാത്രകൾക്കോ വ്യായാമത്തിനോ ആയി തുറസായ സ്ഥലങ്ങളിലും കടൽത്തീരങ്ങളിലും സമയം ചിലവഴിക്കുന്നവർ ചൂടിന്റെ ഭീഷണി മുൻകൂട്ടി തിരിച്ചറിഞ്ഞു വേണം യാത്രകൾ പ്ലാൻ ചെയ്യാൻ. ആരോഗ്യ വകുപ്പിന്റെയും ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെയും ഔദ്യോഗിക അറിയിപ്പുകൾ കൃത്യമായി പിന്തുടരുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയൽവാസികളെയും സഹപ്രവർത്തകരെയും വിശേഷിപ്പിച്ച് പ്രായമായവരെയും രോഗികളെയും കുട്ടികളെയും ഈ വേനൽക്കാലത്ത് കരുതേണ്ടതുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ വൈദ്യസഹായം തേടാനും രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരെ തണലുള്ള തണുത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റി പ്രാഥമിക ശുശ്രൂഷ നൽകാനും എല്ലാവരും സന്നദ്ധരാകണം. കൃത്യമായ കരുതലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കലുമാണ് ഈ കൊടും ചൂടിനെ തരണം ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം. ഗൾഫ് നാടുകളിൽ പുതിയൊരു ജീവിതവും മികച്ചൊരു ഭാവിയും കെട്ടിപ്പടുക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന പ്രവാസികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. സുൽത്താനേറ്റ് ഓഫ് ഒമാനിലേക്ക് തൊഴിൽ ആവശ്യങ്ങൾക്കായും സന്ദർശക വിസയിലും എത്തുന്ന മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള വിദേശികൾ നിരവധി പേരാണ്. എന്നാൽ അടുത്ത കാലത്തായി വിമാനത്താവളങ്ങളിലും കസ്റ്റംസ് പരിശോധനകളിലും അപ്രതീക്ഷിതമായി മയക്കുമരുന്ന് കേസുകളിൽ അകപ്പെട്ട് ജീവിതം തകർന്നു പോകുന്ന നിരപരാധികളായ പ്രവാസികളുടെ വാർത്തകൾ ആശങ്കാജനകമാം വിധം വർദ്ധിച്ചു വരികയാണ്. മനഃപൂർവ്വം നിയമം ലംഘിക്കുന്ന കുറ്റവാളികൾക്ക് പുറമെ സ്നേഹത്തിന്റെയോ സൗഹൃദത്തിന്റെയോ പേരിൽ അന്യരുടെ വസ്തുക്കൾ വിശ്വസിച്ച് വാങ്ങി കൈവശം വെച്ചതിന്റെ പേരിലും സ്വന്തം ലഗേജിനോട് കാണിച്ച ചെറിയൊരു അശ്രദ്ധയുടെ പേരിലും ക്രൂരമായ കെണികളിലേക്ക് തള്ളിവിടപ്പെടുന്നവരും ഇവരിൽ കുറവല്ല. അതിനാൽ ഒമാനിലെ നിയമ സംവിധാനങ്ങളെക്കുറിച്ചും കസ്റ്റംസ് നിബന്ധനകളെക്കുറിച്ചും കൃത്യമായ ധാരണ ഓരോ യാത്രക്കാരനും ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മയക്കുമരുന്നുകൾക്കും മനഃശാസ്ത്രപരമായ ഉത്തേജന വസ്തുക്കൾക്കുമെതിരെ അതീവ കർശനമായ നയമാണ് ഒമാൻ ഭരണകൂടവും റോയൽ ഒമാൻ പോലീസും പിന്തുടരുന്നത്. സുൽത്താനേറ്റിലെ മയക്കുമരുന്ന് വിരുദ്ധ നിയമപ്രകാരം നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയോ ലളിതമായ ഇളവുകളോ ലഭ്യമല്ല. മറ്റു ചില വിദേശ രാജ്യങ്ങളിൽ ലഘുവായ മയക്കുമരുന്നുകളായി പരിഗണിക്കപ്പെടുന്ന കഞ്ചാവ്, കഞ്ചാവെണ്ണ അഥവാ CBD ഉൽപ്പന്നങ്ങൾ എന്നിവ പോലും ഒമാനിൽ പൂർണ്ണമായും നിരോധിച്ച വിഭാഗത്തിൽപ്പെടുന്നു. ഒരു വ്യക്തിയിൽ നിന്ന് വളരെ ചെറിയ അളവിലുള്ള ലഹരി വസ്തുക്കളോ അതിൻ്റെ അവശിഷ്ടങ്ങളോ കണ്ടെത്തിയാൽ പോലും കുറഞ്ഞത് 1 വർഷം മുതൽ നീളുന്ന കഠിന തടവും വലിയ തുക പിഴയും തുടർന്ന് നാട്ടിലേക്ക് നാടുകടത്തലുമാണ് ശിക്ഷ. എന്നാൽ മയക്കുമരുന്ന് കടത്തിലോ വിതരണത്തിലോ പങ്കാളികളാവുന്നവർക്ക് വധശിക്ഷ വരെയുള്ള കഠിന ശിക്ഷകൾ ഒമാനി നിയമ സംവിധാനം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. തനിക്ക് ബാഗിലുണ്ടായിരുന്ന സാധനത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്ന വാദം മാത്രം ഉന്നയിച്ച് നിയമ നടപടികളിൽ നിന്ന് ഊരിപ്പോരാൻ ഏതാണ്ട് അസാധ്യമാണ്. മിക്കപ്പോഴും പുതുതായി എത്തുന്ന പ്രവാസികളെ ലക്ഷ്യമിട്ട് മയക്കുമരുന്ന് കടത്ത് സംഘങ്ങൾ തന്ത്രപരമായ കെണികൾ ഒരുക്കാറുണ്ട്. നാട്ടിലുള്ള തന്റെ ബന്ധുവിനോ സുഹൃത്തിനോ കൊടുത്തയക്കാൻ ചെറിയൊരു പാക്കറ്റ് ഉണ്ടെന്നോ അത് വെറുമൊരു മരുന്നോ വസ്ത്രങ്ങളോ ആണെന്ന് പറഞ്ഞ് പരിചയക്കാരോ സഹയാത്രികരോ ബാഗിൽ വെക്കാൻ തരുന്ന വസ്തുക്കൾ യാതൊരു പരിശോധനയും കൂടാതെ സ്വീകരിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും. പ്രവാസികളിൽ പലരുടെയും ദയുള്ള മനസ്സും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവവുമാണ് ഇത്തരം മാഫിയകൾ ചൂഷണം ചെയ്യുന്നത്. എയർപോർട്ടുകളിൽ വെച്ച് അപരിചിതർ ട്രോളി തള്ളിത്തരാമെന്നോ ലഗേജ് എടുത്തു തരാമെന്നോ വാഗ്ദാനം ചെയ്ത് സമീപിക്കുമ്പോൾ അതിന് അനുവാദം നൽകുന്നത് പോലും വിനയായി മാറിയേക്കാം. നിങ്ങളുടെ ലഗേജിൽ മറ്റൊരാൾക്ക് ഏതെങ്കിലും നിരോധിത വസ്തുക്കൾ തിരികെ കയറ്റാൻ അത് അവസരമൊരുക്കിയേക്കാം. അതിനാൽ വിമാനത്താവളങ്ങളിൽ എത്തുമ്പോൾ സ്വന്തം ലഗേജുകൾ പൂട്ടി സുരക്ഷിതമാക്കാനും അന്യരുടെ സഹായ വാഗ്ദാനങ്ങൾ വിനയപൂർവ്വം നിരസിക്കാനും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. ഇന്ത്യയിലും മറ്റു പല രാജ്യങ്ങളിലും സാധാരണയായി ഉപയോഗിക്കുന്ന ചില വേദന സംഹാരികളും ഉറക്ക ഗുളികകളും ചുമയ്ക്കുള്ള സിറപ്പുകളും ഒമാനിൽ കർശനമായി നിയന്ത്രിക്കപ്പെട്ട മരുന്നുകളുടെ പട്ടികയിലാണ് വരുന്നത്. ഉദാഹരണത്തിന് ട്രാമഡോൾ, കോഡിൻ അടങ്ങിയ മരുന്നുകൾ, അറ്റൻഷൻ ഡെഫിസിറ്റ് അഥവാ മാനസികാരോഗ്യ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ചില ഔഷധങ്ങൾ എന്നിവയൊന്നും മതിയായ രേഖകളില്ലാതെ ഒമാനിലേക്ക് കൊണ്ടുവരാൻ അനുവാദമില്ല. അത്തരം മരുന്നുകൾ അടിയന്തരമായി ഉപയോഗിക്കേണ്ട രോഗികൾ ഒമാനിലേക്ക് വരുമ്പോൾ അതത് രാജ്യങ്ങളിലെ രജിസ്റ്റർ ചെയ്ത ഡോക്ടറുടെ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ റിപ്പോർട്ടും 6 മാസത്തിനുള്ളിൽ നൽകിയ വ്യക്തമായ പ്രിസ്ക്രിപ്ഷനും കൈവശം കരുതേണ്ടതുണ്ട്. കൂടാതെ ഈ മരുന്നുകൾ പരമാവധി 1 മാസത്തെ ആവശ്യത്തിനുള്ള അളവിൽ കൂടുതൽ കയ്യിൽ കരുതാൻ പാടില്ല എന്ന നിയമവുമുണ്ട്.
മെഡിക്കൽ റിപ്പോർട്ടുകളോ വ്യക്തമായ ഡോക്ടറുടെ കുറിപ്പടിയോ ഇല്ലാതെ ഇത്തരം മരുന്നുകളുമായി എയർപോർട്ടുകളിൽ പിടിക്കപ്പെട്ടാൽ അത് മയക്കുമരുന്ന് കടത്തായി തന്നെ കണക്കാക്കപ്പെടാൻ സാധ്യതയേറെയാണ്. ഡിജിറ്റൽ യുഗത്തിൽ പ്രവാസികൾ നേരിടുന്ന മറ്റൊരു പ്രധാന ഭീഷണിയാണ് കൊറിയറുകാരുടെയോ അല്ലെങ്കിൽ പാഴ്സലുകാരുടെയോ പേരിൽ നടക്കുന്ന വഞ്ചനകൾ. മുറിയിൽ ഒപ്പം താമസിക്കുന്നവരുടെയും സുഹൃത്തുക്കളുടെയും പേരിലെത്തുന്ന കൊറിയർ പാക്കറ്റുകൾ എന്താണെന്നറിയാതെ ഏറ്റുവാങ്ങി ഒപ്പിട്ട് നൽകുന്നത് വലിയ നിയമപരമായ ബാധ്യതകൾ വരുത്തിവെക്കും. പലപ്പോഴും നിയമവിരുദ്ധമായ നിരോധിത ഉൽപ്പന്നങ്ങളും മാനസിക ഉത്തേജന ഗുളികകളും എക്സ്പ്രസ് കൊറിയർ സർവീസുകൾ വഴി പ്രവാസികളുടെ വിലാസത്തിലേക്ക് അയച്ച് അവരറിയാതെ കൈപ്പറ്റാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പാഴ്സലിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചോ അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ നിയമ സാധുതയെക്കുറിച്ചോ 100% ഉറപ്പില്ലെങ്കിൽ അത് സ്വന്തം പേരിൽ സ്വീകരിക്കുകയോ ഏറ്റുവാങ്ങുകയോ ചെയ്യരുത്. പെട്ടെന്ന് പണം സമ്പാദിക്കാമെന്ന വാഗ്ദാനം നൽകി അജ്ഞാത സാമ്പത്തിക ഇടപാടുകളിലോ സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന ജോലികളിലോ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്നവരിൽ നിന്ന് എപ്പോഴും കൃത്യമായ അകലം പാലിക്കേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ അശ്രദ്ധ മൂലമോ വഞ്ചിക്കപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് അന്വേഷണങ്ങളിലോ അറസ്റ്റിലോ അകപ്പെടുകയാണെങ്കിൽ ഒട്ടും പരിഭ്രാന്തരാകാതെ വിവേകത്തോടെ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഭാഷ അറിയാത്തതുകൊണ്ട് മാത്രം മനസ്സിലാകാത്ത രേഖകളിലോ മൊഴികളിലോ ഒപ്പിട്ട് നൽകരുത്. പോലീസിനോടോ അന്വേഷണ ഉദ്യോഗസ്ഥരോടോ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് കേസിന്റെ ഗതി കൂടുതൽ സങ്കീർണമാക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ ഓരോ വ്യക്തിക്കും നിയമസഹായം തേടാനും സ്വന്തം രാജ്യത്തിന്റെ എംബസിയുമായി ബന്ധപ്പെടാനും അവകാശമുണ്ട്. അടിയന്തരമായി ഒമാനിലെ ഇന്ത്യൻ എംബസിയുടെ പ്രവാസി സഹായ കേന്ദ്രവുമായോ അംഗീകൃത നിയമ വിദഗ്ധരുമായോ ബന്ധപ്പെട്ട് കേസിന്റെ വസ്തുതകൾ വെളിപ്പെടുത്തുകയും ആവശ്യമായ നിയമപരമായ പിന്തുണ ഉറപ്പാക്കുകയുമാണ് ചെയ്യേണ്ടത്. ആപത്ത് ഘട്ടങ്ങളിൽ സൗജന്യ നിയമോപദേശവും മാർഗനിർദ്ദേശവും നൽകുന്ന സാമൂഹിക സംഘടനകളുടെ സഹായവും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഒമാനിലെ കസ്റ്റംസ് മയക്കുമരുന്ന് വിരുദ്ധ വകുപ്പുകൾ ആധുനിക സാങ്കേതിക വിദ്യകളും സ്നിഫർ നായ്ക്കളെയും വിപുലമായ ഇന്റലിജൻസ് സംവിധാനങ്ങളെയും ഉപയോഗിച്ചാണ് പരിശോധനകൾ ശക്തമാക്കിയിരിക്കുന്നത്. ഇതിനാൽ നിയമത്തെ മറികടന്ന് ഒന്നും ചെയ്യാനാകില്ലെന്ന് തിരിച്ചറിയണം. നിയമം അറിയില്ലായിരുന്നു എന്നത് ഏതൊരു കോടതിയിലും നിയമപരമായ പ്രതിരോധമായി സ്വീകരിക്കപ്പെടാറില്ല. ഒരു നിമിഷത്തെ അശ്രദ്ധയോ അമിതമായ സൗഹൃദമോ വർഷങ്ങളോളം നീളുന്ന തടവറയിലേക്കോ കരിയറിന്റെ തകർച്ചയിലേക്കോ കുടുംബത്തിന്റെ നാശത്തിലേക്കോ നയിച്ചേക്കാം. അതിനാൽ പ്രവാസ ലോകത്തേക്ക് കാലുകുത്തുന്ന ഓരോ വ്യക്തിയും സ്വന്തം സുരക്ഷയുടെയും ഭാവി പ്രകാശത്തിന്റെയും കാവലാളായി മാറണം. അനാവശ്യ വാഗ്ദാനങ്ങളിൽ വീഴാതെയും അപരിചിതരെ അന്ധമായി വിശ്വസിക്കാതെയും കൃത്യമായ നിയമബോധത്തോടെയും ജീവിക്കുക എന്നതാണ് പ്രവാസികൾക്ക് സ്വയം നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച സംരക്ഷണം. ദുബായിൽ കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം കണ്ടെത്താൻ പ്രവാസികൾക്കിടയിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒന്നാണ് ബാച്ചിലർ ഫ്ളാറ്റുകളിലെ ബെഡ് സ്പേസ് അഥവാ ഷെയറിംഗ് അക്കോമഡേഷൻ, പാർട്ടീഷൻ റൂമുകൾ, പ്രധാന വാടകക്കാരൻ, മറ്റുള്ളവർക്ക് മുറികൾ മറച്ചു നൽകുന്ന സബ്ലെറ്റിംഗ് രീതികൾ എന്നിവയെല്ലാം. എന്നാൽ ഇനി ആ രീതികളൊന്നും നടക്കില്ല. ഇതൊക്കെ പണ്ടേയുള്ള നിയമമല്ലേ? വലിയ പരിശോധനകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കരുതി ഈ വിഷയത്തെ നിസ്സാരമായി തള്ളിക്കളയാൻ വരട്ടെ. ഇത്തവണ ദുബായ് ഭരണകൂടം കൊണ്ടുവന്ന മാറ്റങ്ങൾ അത്ര നിസ്സാരമല്ല. നിയമലംഘനം നടത്തുന്നവരെ കാത്തിരിക്കുന്നത് പരമാവധി 10 ലക്ഷം ദിർഹം വരെ, അതായത് ഏകദേശം 2.25 കോടിയോളം ഇന്ത്യൻ രൂപ പിഴയും മറ്റ് കടുത്ത നിയമ നടപടികളുമാണ്. ദുബായിലെ പ്രവാസികളുടെ താമസ രീതികളെയും വാടക വിപണിയെയും അടിമുടി മാറ്റിയെഴുതുന്ന പുതിയ ഷെയർഡ് ഹൗസിംഗ് നിയമം എന്നു മുതൽ പൂർണ്ണമായി നടപ്പിലാകും? ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുറപ്പെടുവിച്ച 2026 4-ാം നമ്പർ നിയമമാണ് ദുബായിലെ പങ്കുവച്ചുള്ള താമസ സൗകര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. 2026 ഫെബ്രുവരി 27-നാണ് ഈ നിയമം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത്. നിയമം ഗസറ്റിൽ വന്ന് 180 ദിവസത്തിന് ശേഷം, അതായത് 2026 ഓഗസ്റ്റ് 26 മുതൽ ഇത് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരും. ഈ തീയതി ദുബായ് മുനിസിപ്പാലിറ്റി കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ കെട്ടിട ഉടമകൾക്കും ഓപ്പറേറ്റർമാർക്കും പുതിയ മാനദണ്ഡങ്ങൾക്കനുസൃതമായി തങ്ങളുടെ കെട്ടിടങ്ങളും കരാറുകളും ക്രമീകരിക്കുന്നതിനായി 1 വർഷത്തെ സാവകാശം നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് 2027 ഓഗസ്റ്റ് 26 വരെയാണ് ഗ്രേസ് പീരീഡ് ലഭിക്കുന്നത്. ഈ 1 വർഷത്തെ സാവകാശം നിയമലംഘകർക്കുള്ള അവസാന മുന്നറിയിപ്പായി കണക്കാക്കുമെന്നും അതിനുശേഷം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കടുത്ത പിഴയും ശിക്ഷാ നടപടികളും നടപ്പിലാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരം പ്രാഥമിക വാടകക്കാർക്ക് ഏർപ്പെടുത്തിയ നിരോധനമാണ്. നിലവിൽ ഒരു വ്യക്തി സ്വന്തം പേരിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് അതിലെ ബാക്കി മുറികളോ ബെഡ് സ്പേസുകളോ മറ്റ് പ്രവാസികൾക്ക് നൽകി വാടക തുക പങ്കുവയ്ക്കുന്ന രീതി ദുബായിൽ സർവ്വസാധാരണമാണ്. എന്നാൽ പുതിയ നിയമപ്രകാരം ഒരു സാധാരണ വാടകക്കാരന് തങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെയോ വില്ലയുടെയോ ഏതെങ്കിലും ഒരു ഭാഗം മറ്റൊരാൾക്ക് സബ്ലെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മറച്ചു നൽകാൻ യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല. ഇനി മുതൽ വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന് അല്ലെങ്കിൽ ഉടമസ്ഥൻ്റെ ഔദ്യോഗിക അനുമതിയോടെ പ്രവർത്തിക്കുന്ന ലൈസൻസുള്ള കെട്ടിട മാനേജ്മെൻറ്റ് കമ്പനികൾക്ക് മാത്രമേ പങ്കുവച്ചുള്ള താമസ സൗകര്യങ്ങൾ വാടകയ്ക്ക് നൽകാൻ അനുവാദമുള്ളൂ. ഉടമസ്ഥനിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള കമ്പനി വഴിയോ മാത്രമേ ഷെയർഡ് റൂമുകൾ വാടകയ്ക്ക് നൽകാവൂ. സാധാരണ വാടകക്കാർ സ്വയം ലാൻഡ് ലോർഡായി മാറി മുറികൾ മറിച്ചു നൽകുന്ന പരമ്പരാഗത രീതി ഇനി പൂർണ്ണമായും നിയമവിരുദ്ധമാണ്.
പങ്കുവച്ചുള്ള താമസ സൗകര്യം നൽകണമെങ്കിൽ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക പെർമിറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് തയ്യാറാക്കുന്ന ഷെയർഡ് ഹൗസിംഗ് ഇലക്ട്രോണിക് രജിസ്ട്രി വഴി മാത്രമേ ഇത്തരം താമസ സൗകര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ. കെട്ടിടത്തിന്റെ പ്ലാൻ, സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ പരിശോധിച്ച ശേഷമായിരിക്കും മുനിസിപ്പാലിറ്റി 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കോ ഉള്ള പെർമിറ്റുകൾ അനുവദിക്കുന്നത്. ഇതിനു പുറമെ താമസക്കാരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കർശനമായ ചില മാനദണ്ഡങ്ങളും സർക്കാർ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി മുതൽ ഓരോ താമസക്കാരനും കുറഞ്ഞത് 5 ചതുരശ്ര മീറ്ററെങ്കിലും വിസ്തീർണം ഉണ്ടായിരിക്കണം. കൂടാതെ ഫ്ളാറ്റുകൾക്കുള്ളിൽ തടി, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റ് താൽക്കാലിക വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പാർട്ടീഷൻ മുറികൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. നിലവിലുള്ള ഇത്തരം അനധികൃത പാർട്ടീഷനുകൾ ഈ 1 വർഷത്തെ സാവകാശത്തിനുള്ളിൽ പൊളിച്ചു മാറ്റേണ്ടി വരും. നിയമം ലംഘിക്കുന്നവരെ കാത്തിരിക്കുന്നത് വളരെ വലിയ സാമ്പത്തിക നഷ്ടവും കടുത്ത ഭരണ നിർവഹണ നടപടികളുമാണ്. പെർമിറ്റ് പുതുക്കാൻ വൈകുന്നതും ചെറിയ രീതിയിലുള്ള ജനസാന്ദ്രത ലംഘനങ്ങളും പോലെയുള്ള ആദ്യത്തെ കുറ്റങ്ങൾക്ക് 500 ദിർഹം മുതൽ ആരംഭിക്കുന്ന പിഴ ലഭിക്കും. എന്നാൽ പെർമിറ്റ് ഇല്ലാതെ ഷെയർഡ് ഹൗസിംഗ് നടത്തുക, രജിസ്ട്രിയിൽ വിവരങ്ങൾ മറച്ചുവെക്കുക, അനധികൃത പാർട്ടീഷനുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ഗുരുതരമായ ലംഘനങ്ങൾക്ക് 5000 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെയാണ് ആദ്യഘട്ടത്തിൽ പിഴ. 1 വർഷത്തിനുള്ളിൽ ഒരേ കുറ്റം ആവർത്തിച്ചാൽ പിഴത്തുക ഇരട്ടിയായി 10 ലക്ഷം ദിർഹം വരെ ഉയർന്നേക്കാം. സാമ്പത്തിക പിഴകൾക്ക് പുറമെ ഇത്തരം കെട്ടിടത്തിനുള്ളിലെ വാട്ടർ, വൈദ്യുതി സേവനങ്ങൾ വിച്ഛേദിക്കുക, കെട്ടിട മാനേജ്മെന്റ് സ്ഥാപനങ്ങളുടെ വാണിജ്യ ലൈസൻസ് റദ്ദാക്കുക, അനധികൃത താമസക്കാരെ ഉടനടി ഒഴിപ്പിക്കുക, 6 മാസം വരെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കുക തുടങ്ങിയ കടുത്ത നടപടികളും ദുബായ് റെന്റൽ ഡിസ്പ്യൂട്ട് സെന്റർ വഴി നടപ്പിലാക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ദുബായിലെ ദേറ, ബെർദുബായ്, അൽനാദ, ഇന്റർനാഷണൽ സിറ്റി, കരാമ തുടങ്ങിയ മേഖലകളിൽ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പ്രവാസി മലയാളികളെയാണ് ഈ നിയമം ഏറ്റവും വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നത്. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ സ്വന്തമായി ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്തതിനാലാണ് പലപ്പോഴും ഷെയറിംഗ് അടിസ്ഥാനത്തിൽ താമസിക്കുന്നത്. എന്നാൽ നിയമം കടുക്കുന്നതോടെ എജാറി കരാറിൽ പേര് രജിസ്റ്റർ ചെയ്യാത്ത അനധികൃത താമസക്കാർക്ക് അവിടെ തുടർന്ന് ജീവിക്കാൻ സാധിക്കില്ല. ഒഫീഷ്യൽ ഷെയറിംഗ് പെർമിറ്റുള്ള ലൈസൻസ്ഡ് കെട്ടിടങ്ങളിലേക്ക് മാറുകയോ അല്ലെങ്കിൽ കെട്ടിട ഉടമയുടെ അനുമതിയോടെ എജാറി കരാറിൽ സ്വന്തം പേര് കോ ടെനന്റായി ചേർക്കുകയോ ചെയ്യേണ്ടി വരും. ഇത് സാധാരണക്കാരായ പ്രവാസികളുടെ ജീവിത ചെലവുകളിൽ കാര്യമായ വർധനവുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. 2026 ഓഗസ്റ്റ് 26 നിയമം നിലവിൽ വരുമെങ്കിലും നിലവിലുള്ള സജ്ജീകരണങ്ങൾ ശരിയാക്കാൻ 2027 ഓഗസ്റ്റ് വരെ നിയമം ലഭിക്കും എന്നത് പ്രവാസികൾക്ക് താൽക്കാലിക ആശ്വാസമാണ്. എങ്കിലും നിസ്സാരമായി കാണാതെ കൃത്യമായ മുൻകരുതലുകൾ എടുക്കുകയാണ് വേണ്ടത്. നിലവിൽ ഷെയറിംഗ് മുറികളിൽ താമസിക്കുന്നവർ തങ്ങളുടെ താമസ സൗകര്യം കെട്ടിട ഉടമയുടെ അനുമതിയോടെയാണോ പ്രവർത്തിക്കുന്നതെന്ന് ഉടൻ തന്നെ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. താൽക്കാലിക പാർട്ടീഷനുകൾ നീക്കം ചെയ്യാനും എജാറി ആപ്ലിക്കേഷൻ വഴി കൃത്യമായ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനും കെട്ടിട ഉടമകളോട് ആവശ്യപ്പെടണം. സോഷ്യൽ മീഡിയ വഴിയോ ഏജന്റുമാർ വഴിയോ വരുന്ന നിയമവിരുദ്ധ സബ് ലെറ്റിംഗ് പരസ്യങ്ങളിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദുബായിലെ നഗര സുരക്ഷയും താമസക്കാരുടെ ആരോഗ്യ അന്തരീക്ഷവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ഭരണകൂടം ഈ നിയമം കർശനമാക്കുന്നത്. അതിനാൽ വ്യാജമാർഗങ്ങൾ തേടാതെ പൂർണ്ണമായും നിയമവിധേയമായ രീതികളിൽ മാത്രം താമസ സൗകര്യങ്ങൾ കണ്ടെത്തുകയാണ് പ്രവാസികൾക്ക് മുന്നിലുള്ള ഏറ്റവും സുരക്ഷിതമായ പോംവഴി. മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിലും ഇസ്രയേലിന്റെ ആഭ്യന്തര നയതന്ത്ര തലത്തിലും ഒരുപോലെ വൻ പ്രകമ്പനം സൃഷ്ടിക്കുന്ന പ്രസ്താവനയുമായി മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് രംഗത്തെത്തിയിരിക്കുന്നു. രാജ്യത്ത് നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ താൻ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ മുന്നണി അധികാരത്തിൽ തിരിച്ചെത്തിയാൽ അറേബ്യൻ ഗൾഫ് രാഷ്ട്രമായ ഖത്തറിനെ ഔദ്യോഗികമായി ശത്രു രാജ്യമായി പ്രഖ്യാപിക്കുമെന്നാണ് ബെനറ്റിന്റെ പ്രധാന വാഗ്ദാനം. ഇസ്രയേലിന്റെ ജനപ്രിയ മാധ്യമമായ ചാനൽ 12ന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഇസ്രയേലിന്റെ പരമ്പരാഗത ശത്രുവായ ഇറാനേക്കാൾ അപകടകാരി നിലവിൽ ഖത്തറാണെന്ന് ബെനറ്റ് രൂക്ഷമായി വിമർശിച്ചത്. ഇസ്രയേലിന്റെ സുരക്ഷാ നയങ്ങളെയും പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തെയും മാറ്റിമറിക്കാൻ പോന്ന വമ്പൻ ആരോപണങ്ങളാണ് നഫ്താലി ബെനറ്റ് ഉന്നയിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കാൻ ഖത്തർ അണിയറയിൽ നടത്തുന്ന ഇടപെടലുകൾ ഇറാൻ നടത്തുന്ന പരസ്യമായ ഭീഷണികളെക്കാൾ ഭയാനകമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നത് തന്റെ ജീവിത ദൗത്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ബെനറ്റ് ഖത്തറിനെതിരെയുള്ള ഈ കടുത്ത നിലപാടിലൂടെ രാജ്യത്തെ തീവ്ര സുരക്ഷാ വോട്ടർമാരെ ഒപ്പം നിർത്താനാണ് ശ്രമിക്കുന്നത്. ഇസ്രയേലിന്റെ വിനാശമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇറാന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് മുന്നിൽ സ്പഷ്ടമായ തന്ത്രങ്ങളുണ്ടെന്നും ബെനറ്റ് ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഖത്തറിന്റെ സമീപനം വളരെ സങ്കീർണവും സൂത്രപ്പണികൾ നിറഞ്ഞതുമാണ്. നയതന്ത്രത്തിന്റെ സമാധാനപരമായ മുഖംമൂടി അണിഞ്ഞ് ഇസ്രയേലിനെ ഉള്ളിൽ നിന്ന് വിഷം കൊടുത്ത് നശിപ്പിക്കുന്ന ശത്രുവാണ് ഖത്തർ എന്നാണ് ബെനറ്റിന്റെ പ്രധാന ആരോപണം. 2023 ഒക്ടോബർ 7 അതിഭീകരമായ ആക്രമണത്തിൽ പങ്കെടുത്ത ഹമാസിന്റെ സുഗ്ബ സായുധ സേനയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയത് ഖത്തറാണെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. അതോടൊപ്പം തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അൽ ജസീറ വാർത്താ ശൃംഖലയിലൂടെ ഇസ്രായേലിനെതിരെ ആഗോളതലത്തിൽ വിഷലിപ്തമായ പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയാണ് ഖത്തർ ചെയ്യുന്നതെന്നും ബെനറ്റ് കുറ്റപ്പെടുത്തുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിന്റെ പ്രതിച്ഛായ തകർക്കാനും പൊതുജന വിദ്വേഷം വളർത്താനും അൽ ജസീറയെ ഖത്തർ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുകയാണ്.
പല അന്താരാഷ്ട്ര ശക്തികളും ഖത്തറിനെ മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന സങ്കീർണമായ ഒരു രാഷ്ട്രമായി കാണാറുണ്ട്. എന്നാൽ ഒക്ടോബർ 7-ന് ശേഷം കാര്യങ്ങളിൽ യാതൊരു സങ്കീർണതയുമില്ലെന്നും ഇസ്രയേലിനെ ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമുള്ള ഖത്തർ ഒരു തികഞ്ഞ ശത്രുരാജ്യം മാത്രമാണെന്നും ബെനറ്റ് ഉറപ്പിച്ചു പറയുന്നു. ഇസ്രയേലിന് ആഗോളതലത്തിൽ തിരിച്ചടിയാകുന്നത് ഖത്തറിന്റെ സോഫ്റ്റ് പവർ അഥവാ മൃദുശക്തി പ്രയോഗമാണെന്ന് ബെനറ്റ് വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടോളമായി ഖത്തർ ലോകമെമ്പാടും വൻതോതിൽ പണമൊഴുക്കി വലിയൊരു സ്വാധീന വലയം സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകളിൽ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചുകൊണ്ട് യുവതലമുറയുടെ ചിന്താഗതിയെ ഇസ്രയേലിന് എതിരാക്കാൻ ഖത്തറിന് സാധിച്ചുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അമേരിക്കൻ ക്യാമ്പസുകളിൽ ഇന്നുയരുന്ന ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളും നദി മുതൽ കടൽ വരെ എന്ന മുദ്രാവാക്യങ്ങളും ഖത്തർ സർവകലാശാലകളിൽ നടത്തിയ വൻ സാമ്പത്തിക നിക്ഷേപത്തിന്റെ ദുരന്ത ഫലമാണെന്നാണ് ബെനറ്റിന്റെ നിരീക്ഷണം. പാശ്ചാത്യ ലോകത്ത് വളർന്നുവരുന്ന പൊതുജന അഭിപ്രായത്തെ ഇസ്രയേലിന് എതിരായി തിരിച്ചുവിടാൻ ഖത്തറിന്റെ ബൗദ്ധികവും സാമ്പത്തികവുമായ ഇടപെടലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഇറാന്റെ നേരിട്ടുള്ള മിസൈൽ ഭീഷണികളെക്കാൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇസ്രയേലിന്റെ നിലനിൽപ്പിന് കടുത്ത ആഘാതമുണ്ടാക്കുന്നുവെന്നാണ് ബെനറ്റ് മുന്നറിയിപ്പ് നൽകുന്നത്. ബെനറ്റിന്റെ ആരോപണങ്ങളിൽ ഏറ്റവും പ്രകോപനപരവും രാജ്യത്തിനുള്ളിൽ വൻ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയതുമായ ഭാഗം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിലേക്ക് നീളുന്ന അന്വേഷണങ്ങളാണ്. ഖത്തർ ഗേറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഉന്നതതല രാഷ്ട്രീയ അഴിമതി കേസിൽ നെതന്യാഹുവിന്റെ അടുത്ത അനുയായികളും ഉപദേശകരും ഖത്തറിന്റെ പണം പറ്റി അവർക്ക് വേണ്ടി ഇസ്രയേലിൽ PR പ്രചാരണങ്ങൾ നടത്തി എന്നതാണ് പ്രധാന ആരോപണം. യുദ്ധസമയത്ത് പോലും ഇസ്രയേലിന്റെ സുരക്ഷാ രഹസ്യങ്ങൾ ചോർത്താനും ഖത്തറിന് അനുകൂലമായ നിലപാടുകൾ നിർമ്മിച്ചെടുക്കാനും നെതന്യാഹുവിന്റെ സഹായികൾ ശ്രമിച്ചുവെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ രാജ്യദ്രോഹ സംഭവമാണ് ഖത്തർ ഗേറ്റ് എന്ന് വിശേഷിപ്പിച്ച ബെനറ്റ് ഇസ്രയേലിലെ പ്രധാന ഗവേഷണ സ്ഥാപനങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ചില പ്രമുഖ ഉദ്യോഗസ്ഥരും വരെ ഖത്തറിന്റെ ശമ്പള പട്ടികയിലുണ്ടാകാമെന്ന് സംശയം പ്രകടിപ്പിച്ചു. ഇസ്രയേൽ നിയമപ്രകാരം ഖത്തർ ഇതുവരെ ഔദ്യോഗികമായി ശത്രുരാജ്യമായി പ്രഖ്യാപിക്കപ്പെടാത്തതിനാൽ ആർക്കും ഖത്തറിന് വേണ്ടി ഏജന്റായി പ്രവർത്തിക്കാം എന്ന വിചിത്രമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉടനടി നിയമനിർമ്മാണം നടത്തി ഖത്തറിനെ ശത്രു രാജ്യമായി പ്രഖ്യാപിക്കുകയും ഇത്തരത്തിലുള്ള ആഭ്യന്തര ചോർച്ചകൾക്ക് ശാശ്വതമായി അന്ത്യം കുറിക്കുകയും ചെയ്യുമെന്ന് ബെനറ്റ് അവകാശപ്പെടുന്നു. നഫ്താലി ബെനറ്റിന്റെ കടുത്ത ആരോപണങ്ങൾക്ക് ശക്തമായ ഭാഷയിലാണ് ഖത്തർ മറുപടി നൽകിയിരിക്കുന്നത്. വാഷിംഗ്ടണിലെ ഖത്തർ എംബസി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ ബെനറ്റിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വന്തം രാഷ്ട്രീയ ലാഭമുണ്ടാക്കുന്നതിനും വോട്ടർമാരെ ആകർഷിക്കുന്നതിനുമായി ബെനറ്റ് നടത്തുന്ന തെറ്റായ പ്രചാരണങ്ങളും വ്യാജ വാർത്തകളുമാണ് ഇതെന്നാണ് ഖത്തർ തിരിച്ചടിച്ചത്. പാലസ്തീൻ ഇസ്രയേൽ സംഘർഷങ്ങളിൽ ദീർഘകാലമായി പ്രധാന മധ്യസ്ഥന്റെ പങ്കുവഹിക്കുന്ന രാജ്യമാണ് ഖത്തർ. ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളിലും ബന്ദികളുടെ മോചനത്തിലും അമേരിക്കയോടൊപ്പം നിന്ന് പ്രധാന പങ്കുവഹിച്ച ഖത്തറിനെ ശത്രു രാജ്യമായി ചിത്രീകരിക്കുന്നത് ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നെതന്യാഹു ഭരണകൂടം തന്നെ പലപ്പോഴും ഗസയിലേക്ക് ഖത്തറിന്റെ സാമ്പത്തിക സഹായങ്ങൾ അനുവദിച്ചിരുന്ന ചരിത്രവുമുണ്ട്. എന്നാൽ യുദ്ധാനന്തര സാഹചര്യത്തിൽ ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ വളർന്നുവരുന്ന തീവ്ര ദേശീയത തരംഗത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ബെനറ്റിന്റെ ഈ വാക്കുകൾ. അഭിമുഖത്തിൽ ഗസയിലെ നിലവിൽ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും ബെനറ്റ് കൃത്യമായ നിലപാട് വ്യക്തമാക്കി. ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങുന്നതുവരെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇസ്രയേൽ തയ്യാറാകരുത് എന്നാണ് ബെനറ്റിന്റെ പക്ഷം. സമാധാന കരാറുകൾ നിലനിൽക്കുമ്പോഴും ഹമാസ് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണെന്നും ഒക്ടോബർ 7-ന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പോരാളികളെ അവർ ഇപ്പോൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഈജിപ്ത് അതിർത്തി വഴി ഡ്രോണുകളും ആയുധങ്ങളും കടത്തിക്കൊണ്ടുവന്നാണ് ഹമാസ് വീണ്ടും കരുത്താർജിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് അത്യന്തം പ്രവചനാതീതമാണ്. പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡുമായി ചേർന്ന് രൂപീകരിച്ച ടുഗദർ സഖ്യത്തിലൂടെ വിപുലമായ ഒരു ജനകീയ മുന്നണി രൂപീകരിക്കാനാണ് ബെനറ്റ് ശ്രമിക്കുന്നത്. സയനിസ്റ്റ് വലതുപക്ഷവും ഇടതുപക്ഷവും മതനിരപേക്ഷവും മതവിശ്വാസികളും ഉൾപ്പെടുന്ന ഒരു വിശാല സർക്കാരാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ നിലവിലെ പൊതുജന സർവേകൾ പ്രകാരം നെതന്യാഹുവിന്റെ വലതുപക്ഷ മുന്നണിക്കോ ബെനറ്റ് ലാപ്പിഡ് സഖ്യത്തിനോ കേവല ഭൂരിപക്ഷമായ 61 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടാനാകില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. നഫ്താലി ബെനറ്റിന്റെ ഈ വെളിപ്പെടുത്തലുകൾ കേവലം ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗം എന്നതിലുപരി മിഡിൽ ഈസ്റ്റിലെ ഭാവി രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ്. ഇസ്രയേൽ ഇറാനുമായി നേരിട്ടുള്ള സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അണിയറയിലെ നയതന്ത്ര സാമ്പത്തിക യുദ്ധങ്ങളിൽ ഖത്തറിനെ പ്രധാന എതിരാളിയായി കാണാൻ ഇസ്രയേലിലെ ഒരു വിഭാഗം രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകുന്നു എന്നത് ശ്രദ്ധേയമാണ്. ബെനറ്റ് അധികാരത്തിൽ തിരിച്ചെത്തുകയും ഖത്തറിനെ ശത്രു രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്താൽ അത് ഖത്തർ ഇസ്രയേൽ ബന്ധത്തെ മാത്രമല്ല അമേരിക്കയ്ക്ക് മധ്യപൂർവേഷ്യയിലുള്ള സൈനിക നയതന്ത്ര തന്ത്രങ്ങളെയും കാര്യമായി ബാധിക്കും. ആഗോള മാധ്യമരംഗത്തും അമേരിക്കൻ സർവകലാശാലകളിലും ഖത്തർ ചെലുത്തുന്ന സ്വാധീനത്തെ ഇസ്രയേൽ എങ്ങനെ പ്രതിരോധിക്കും എന്നതും വരും നാളുകളിൽ കണ്ടറിയേണ്ട ഒന്നാണ്. ഇസ്രയേലിലെ തെരഞ്ഞെടുപ്പ് ഗോതയിലെ ഖത്തർ വിഷയം പ്രധാന ചർച്ചാ വിഷയമായി മാറുമ്പോൾ അറേബ്യൻ ഗൾഫിലെ നയതന്ത്ര അന്തരീക്ഷം കൂടുതൽ സങ്കീർണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.
പ്രവാസ ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.